ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ചാനലിലോട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷക്കീല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ എൻ്റെ സാധാരണ നിങ്ങളെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു കുക്കിങ്ങും വാഷിങ്ങും, അപ്പോൾ അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു എൻഗേജ്മെൻറ്റുമാണ് ഞാൻ എൻ്റെ വ്ളോഗിലൂടെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുക്കളയിൽ കുറച്ച് പാത്രം ഇന്നലത്തേക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കുറച്ച് വാഷ് ചെയ്തു. പിന്നെ അതിന് ചായ കാച്ചി, പിന്നെ കുറച്ച് ഡ്രസ്സുകളുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴാണ് വാഷ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ചായയൊക്കെ കാച്ചി. അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ പുട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഈ തേക്കണ ഫേസ് പാക്ക് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, മഞ്ഞൾപ്പൊടിൻ്റെ ഇത്. അപ്പോൾ അത് ഞാൻ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്ത് പോകുന്നുണ്ട് മുഖത്ത്. അപ്പോൾ ഞാൻ ഇത് കയ്യിലും മുഖത്ത് തേച്ചിട്ടൊക്കെയാണ് പിന്നെയുള്ള പണികളൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ അത് മുഖത്ത് അത് 2-3 മണിക്കൂർ നമുക്കത് പിടിക്കുകയും ചെയ്യും. അതിന് ശേഷം നമുക്ക് കുളിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് തേച്ചിട്ടൊക്കെയാണ് ഞാൻ പണിയൊക്കെ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാനിത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ പുതിയ ഡ്രസ്സാണ്. ബ്ലാക്ക് ചുരിദാറും ഒരു ബ്ലാക്ക് മെറ്റൽ മാലയും ജിമിക്കാണ് ഞാൻ ഇട്ടേക്കണത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു മേക്ക് ഓവർ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പോൾ അടിപൊളിയാണ് എന്നുള്ളതൊരു കമൻസ് ഇടണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ വന്ന് എല്ലാവരും എനിക്ക് കമൻസ് ഇടണം. വീഡിയോസൊക്കെ നല്ലതാണെങ്കിൽ ചീത്തതാണെന്നുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും ഇടണം. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ എൻഗേജ്മെൻറ്റിന് പോവുകയാണ്. കുമ്പളങ്ങിലാണ് അവരുടെ താമസിക്കുന്നത്, ഫ്രണ്ട് താമസിക്കുന്നത് കുമ്പളങ്ങിലാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് അവരുടെ എൻഗേജ്മെൻറ്റ് പോകുന്നതിന് മാറ്റം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ വീണ്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞാനിതാണ് എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു അനിയത്തി പോലെയാണ്. 24 വയസ്സുള്ളൂ അവൾക്ക്. അപ്പോൾ അവിടെ നാട്ടിൽ തന്നെയാണ് കെട്ടിച്ചിടുന്നത്. അപ്പോൾ ഇതാണ് എൻഗേജ്മെൻറ്റ്, മണവാട്ടിയാണ് ഇത്. അടുത്തിരിക്കണത് അവരുടെ ചിറ്റയാണ് കേട്ടോ. പിന്നെ അമ്മയാണ്, ആ റോസാരി എടുത്തിട്ട് അമ്മയാണ്. അപ്പം ഞാൻ എൻ്റെ വ്ളോഗ് കാണുന്ന പറഞ്ഞപ്പോൾ തന്നെ എല്ലാം ചിരിക്കനാണ്. ഇതൊക്കെ അവരുടെ ഫാമിലീസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട്സിനെ ഇപ്പോൾ സ്റ്റോപ്പിൽ നിന്ന് വിളിക്കാൻ പോകണം. ഇവർക്ക് വീട് അറിയില്ലേ, ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം വന്നതാണ് ഈ വീട്ടിൽ. അപ്പം എൻ്റെ കൂട്ടുകാരികളാണ് ഓഫീസിലാണ് ബാക്കിൽ വരുന്നത് ഇവരൊക്കെ. ഇപ്പോൾ ഇവരുടെ പ്രാർത്ഥനയൊക്കെയാണ്. പൂജാരിയാണ്, അമ്പലത്തിലെ പൂജാരിയാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് എൻഗേജ്മെൻറ്റ് മോതിരം മാറ്റ ചടങ്ങ് തുടങ്ങുന്നത്. അപ്പോൾ അതിനുള്ള കുറച്ച് പ്രാർത്ഥനകളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ അവരുടെ ബന്ധുക്കാരും ഇതൊക്കെയാണ് കേട്ടോ. കുറച്ച് ചിറ്റ, അനിയത്തി, പിന്നെ അത് ഫോട്ടോഗ്രാഫറാണ്, അത് അവരുടെ കസിൻ തന്നെയാണ്. ഇത് ചെറിയച്ഛനാണ് അവരുടെ. അപ്പോൾ പെൺകുട്ടിയുടെ ഇതൊക്കെ ഇപ്പുറത്തെ വശത്തിരിക്കുന്നത് ചെറുക്കൻ്റെ ആൾക്കാരും പെണ്ണിൻ്റെ ആൾക്കാരും കൂടിയുള്ള ഇതിലാണ്. നല്ലൊരു മഴയൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം. ഇതെല്ലാം കാര്യം ലാസ്റ്റ് ഒരു മഴ പെയ്ത്. പക്ഷേ അതുവരെയും ചടങ്ങൊക്കെ നല്ല രീതിയിൽ നടന്നു.
പിന്നെ ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ കയറിയതാണ്. അപ്പം ഞാൻ എൻ്റെ വ്ളോഗിൽ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ചെക്കനോട് ഞാൻ പറയുകയും ചെയ്യുന്ന വ്ളോഗ് ചെയ്യണമെന്ന്. അങ്ങനെ എനിക്ക് വീഡിയോന് മുമ്പിൽ പോസ് ചെയ്ത് തന്നെയാണ് കാണുന്നത്. അപ്പം എൻ്റെ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതൊക്കെയാണ് ഫാമിലീസോ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ എല്ലാവരെയും വീഡിയോ പിടിക്കുന്നത്. എല്ലാവർക്കും അവർ എപ്പോഴും അറിയണം കേട്ടോ ഞാനൊരു വ്ളോഗാണെന്ന്. അപ്പം എനിക്ക് ആ ചേട്ടൻ ഹായിയൊക്കെ തന്നെയാണ്. ഞാൻ ചേട്ടനോട് പറഞ്ഞു വ്ളോഗ് ചെയ്യണമെന്ന്. അപ്പം നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മളൊരു ചെറിയ ചടങ്ങാണെങ്കിൽ പോലും നമുക്കൊരു എൻജോയ്മെൻ്റ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ വിവാഹം ഈ ഓഗസ്റ്റ് 22-ാം തീയതി വ്യാഴാഴ്ചയാണ്. അപ്പം എനിക്ക് ഫുഡ് കഴിക്കണ അധികം വീഡിയോസ് ഞാൻ ചെറുതായിട്ട് പിടിച്ചിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടും കൂടെ ആളുകൾ നടക്കണമെന്നിട്ട് വീഡിയോസൊന്നും ക്ലിയർ അല്ല. എന്നാണ് എൻ്റെ മാക്സിമം ചെറിയ രീതിയിലാണ് എൻ്റെ വീഡിയോ ചെയ്തിട്ടിട്ട്. അപ്പോൾ അവരൊക്കെ എൻ്റെ ഇത് ബെസ്റ്റ് ഫ്രണ്ടാണ്, നല്ലൊരു ഫ്രണ്ട്സാണ്. നല്ല നമ്മളൊരു ഓഫീസ് വർക്കായാലും അങ്ങനെ ഓഫീസ് സ്റ്റാഫ് അങ്ങനെ ഒന്നുമില്ല. നമ്മളവിടെ ഒരു ഫ്രണ്ട്സായിട്ടാണ് എല്ലാവരും അവിടെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇപ്പുറത്തിരിക്കുന്നത് HR ആണ്, അക്കൗണ്ടൻസും ആണ്. പിന്നെ ടെലികോളറും അങ്ങനെയുള്ള സ്റ്റാഫുകളൊക്കെയാണ്, എഡിറ്റിങ്ങും. അപ്പോൾ ഇതിന് ശേഷം അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ചെക്കന് പെണ്ണ് ലാസ്റ്റാണ് ഇരുന്നത്, അവരുടെ ബന്ധുമിത്രാദികളുടെ കൂടെയാണ്. അപ്പോൾ ഞാൻ അവരോട് പറയണമായിരുന്നു വാരി കൊടുക്ക് എന്നൊക്കെ പുറത്തവർക്ക് രണ്ടിരിക്കുന്ന. അങ്ങനെ അവർ വ്ളോഗ് ചെയ്യണല്ലേ, അപ്പോൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി വാരി കൊടുത്ത് അവർ വാരി കൊടുത്തിട്ട് ചെക്കനിക്ക് നാളെ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ്. ചെറുക്കനെയാണെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ എൻ്റെ വ്ളോഗിൽ കാണിക്കും നിങ്ങളുടെ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോസും കാര്യങ്ങളും. അപ്പോൾ പുതിയതായിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും